അങ്ങയുടെ അറസ്റ്റിന് പിന്നാലെ UDF നേതാക്കളുടെ വലിയൊരു പിന്തുണ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ളൊരു പിന്തുണ UDF നേതാക്കളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ആ പിന്തുണ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിശേഷം UDF-ലേക്കുള്ളൊരു പ്രവേശനമായിട്ടൊക്കെ അതിനെ കണക്കാക്കാം? അല്ല, അതിനെ പൂർണ്ണമായിട്ടും അതിനെ എന്താ പറയുക, സ്നേഹപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യുന്നു, അതിനെ അവരോട് നന്ദി അർപ്പിക്കുന്നു. അല്ല, അത് നമ്മൾ പറയാറായിട്ടില്ല. ഞാൻ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാം. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം, ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും, ഇതിനെതിരെ UDF-മായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എൻ്റെ പിന്തുണ. സർക്കാർ ഓഫീസ് തകർത്തതിന് എടുത്ത സ്വാഭാവികമായ ഒരു കേസ് മാത്രമാണ് ഇത് എന്നുള്ളതാണ് CPM നേതാക്കളുടെ എല്ലാം പ്രതികരണം വന്നിട്ടുള്ളത്. അല്ല, CPM നേതാക്കൾക്ക് അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരത്തിൻ്റെ അകത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കറെ തലകീഴായി നിർത്തി സ്പീക്കറുടെ മേശയും വാതിലും ജനലുമെല്ലാം തൂക്കി അടിച്ചെറിഞ്ഞിട്ട് അതിവിടെ കണ്ടതാണല്ലോ. ഇവിടെ എന്താ ഉണ്ടായത്? 4 പയ്യന്മാർ സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരപ്രകടനത്തിനപ്പുറം എന്താ ഉണ്ടായത്? ആകെ 2 കസാലയാണ്, പ്ലാസ്റ്റിക് കസാല. ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില 500 രൂപയാണ്, 2 വില 1000ആണ്. പിന്നെ ഒരു ട്യൂബ് പൊട്ടി എന്താ പറയുക, ഒരു ഫാന് കേടുന്നു 2000-2500 രൂപൻ്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നത്. അതാണ് 35,000 എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ CPM നടത്തിയ സമരങ്ങളും CPM-നെ സംബന്ധിച്ച് CPM-ന് ഇപ്പോൾ അത് പറയാം. കാരണം അവർ സമരം തന്നെ എന്താണെന്ന് മറന്നുപോയി. ഭരണത്തിൻ്റെ ശീതളച്ചായയിൽ മുന്നോട്ട് ഇങ്ങനെ ഒഴുകുകയല്ലേ, തഴുകി ഒഴുകുകയാണ്. അപ്പോൾ അവർക്ക് സമരമൊക്കെ എന്താ പറയുക, അരോചകമായി തോന്നും. അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കേട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരത്തിൽ ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശക്തമായ സമരത്തിലേക്കാണോ ഇനി കടക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, ഈ കർഷക സംഘങ്ങൾ, സ്വതന്ത്രമായ ഇഷ്ടംപോലെ കർഷക സംഘങ്ങളുണ്ട്. അവരും UDF ലീഡർഷിപ്പുമായി ആലോചിച്ച് എന്താ പറയുക, ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ്. ഇനി ഒറ്റാൾ പോരാട്ടമല്ല, കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ്. അതിന് എന്ത് കോംപ്രമൈസും വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യും. അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. കൂട്ടമായ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ എന്താ പറയുക, എന്ത് തയ്യാറെടുപ്പാണോ വേണ്ടത്, ആ തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോകും. ഈ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് പുറത്തു വരുന്നു, അങ്ങനെ വേണം വിശ്വസിക്കാം? അല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും കരുത്തിന് കുറവില്ല, ഇങ്ങോട്ട് വരുമ്പോൾ സത്യത്തിൽ അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അനുയായിയായിട്ടുള്ള സുഗുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ്. അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇനി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അല്ല, സുഗു എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഗുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല. കാരണം സുഗു അവിടുത്തെ LC സെക്രട്ടറി ആയിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ നിയോജകമണ്ഡല സമ്മന്നിതനായ CPM-ൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ ഫസ്റ്റിൽ തന്നെ വന്ന ആളുകളിൽ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ നിലക്ക് ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും. അങ്ങ് ഉയർത്തിയ പലതരത്തിലുള്ള വിഷയങ്ങൾ അങ്ങയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നോ UDF-ൽ ഇത് മനസ്സിലാക്കാൻ? അല്ല, അങ്ങനെയൊന്നും ഇപ്പം അതിനെ വിലയിരുത്തേണ്ടതില്ല. ഓരോ ഘട്ടമാണല്ലോ. പൊളിറ്റിക്സ് തന്നെ സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞത് ചിലപ്പോൾ ഇന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പറഞ്ഞത് നാളെ പറയാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞത് ഒരു ഇരുമ്പോലൊക്കെയാണെന്ന് വിചാരിച്ച് നടക്കാൻ പറ്റുന്ന കാലമല്ല. ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ബാലൻസ് പൊളിറ്റിക്സ്. നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തുക, ശത്രുവിനെ തകർക്കുക എന്നതാണ് ആത്യന്തികമായിട്ടുള്ളത്. അതിന് ഏതാണോ ശരിയായ പോസിബിളായിട്ടുള്ള മാർഗം എന്ന് നോക്കും. ജാഥയൊക്കെ നടത്താനുണ്ടായിരുന്നു. ആ ജാഥയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് അടുത്ത ദിവസം തുടങ്ങുക എങ്ങനെയാണ്? ഇല്ല, ജാഥ 2-3 ദിവസം ജാഥയായിരുന്നു. അത് 3ാമത്തെ ദിവസം ഈ മരണമുണ്ടായ അന്ന് തന്നെ നമ്മൾ ഓഫീസ് മാർച്ച് കഴിഞ്ഞ ശേഷം അന്നേ പറഞ്ഞതാണ്. അന്ന് വൈകുന്നേരം വരെയുള്ള ജാഥ എന്ന് ഉച്ചയ്ക്ക് അവസാനിച്ചു, അത്രയേ ഉള്ളൂ.